ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല ഗായ്സ്, കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ ദൂരമുള്ള കീഴൂരിലെ മോം കെയർ ആയുർവേദത്തിലാണ്. ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓ മൈ ഗോഡ്, നല്ലൊരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ പുറത്ത് അകത്ത് ഉള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ പേഴ്സണലൈസ്ഡ് കെയർ കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്ക് അകത്തേക്ക് പോവാം. അകത്ത് നോക്കുമ്പോഴേക്ക് അവർ ട്രീറ്റ്മെൻറ്റിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. പോസ്റ്റ് നാറ്റൽ ട്രീറ്റ്മെൻറ്റ്, റീജുവിനേഷൻ തെറപ്പി, അങ്ങനെ പെയിൻ മാനേജ്മെൻറ്റ് കുറേ ഉണ്ട്. നമുക്ക് അവിടുത്തെ ഫസ്റ്റ് ഡോക്ടറെ കാണാം. ഓക്കെ, നമുക്ക് ഡോക്ടർ ചോദിക്കാം. ഡോക്ടർ, കുഡ് യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? Hi, I'm Dr. Silu from Home Care Ayurveda. ആക്ച്വലി നമ്മൾ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1 year ആവുന്നേ ഉള്ളൂ. ബട്ട് നമുക്ക് നല്ലൊരു റെസ്പോണ്ടാണ് പൊതുവെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. Doctor, could you please tell me the benefits of this treatment, especially during കർക്കിടകം സീസൺ? ആക്ച്വലി നമ്മൾ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രസവരക്ഷയാണ്. അതുപോലെ തന്നെ കർക്കിടക ചികിത്സയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വലിയ ഫോക്കസ് ചെയ്യുന്നത് കാണാറില്ല. സോ ഇത്തരം കണ്ടീഷനിൽ നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് ബോഡിയെ രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അപ്പം ഈ ഒരു ചിന്തയാണ് നമുക്ക് ഇങ്ങനെ ഒരു വെൽനസ് സെന്റർ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നാറ്റൽ കെയർ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരാൻ. ഡോക്ടർ, ഇവിടെ പ്രസവരക്ഷ മാത്രമാണോ, അല്ലാത്ത ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ ലഭ്യമാണോ? ഡോക്ടറിന് പറയാമോ? നോട്ട് ലൈക്ക് ദാറ്റ്. പ്രസവരക്ഷ എന്ന് പറയുന്നത് ജസ്റ്റ് ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ ഒരു സുതികാ കാലം എന്ന് പറയുന്ന ഒരു സമയത്താണ് നമ്മൾ പ്രസവരക്ഷ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് നമ്മുടെ ബോഡിയെ അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള രീതിയിൽ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഫേഷ്യൽ ആണെങ്കിലും നമ്മുടെ ബ്യൂട്ടി അല്ലെങ്കിൽ ബ്യൂട്ടി കോൺസെപ്റ്റുകൾ നമ്മൾ ആയുർവേദത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ആയുർവേദ മെഡിസിൻ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്കപ്പോൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം. അങ്ങനെ ഗൈസ്, ഞാൻ ട്രീറ്റ്മെൻറ്റിലുള്ള റൂമിലേക്ക് പോയി. ഇതാ എന്നെ കിടക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെയാണ് കിടക്കേണ്ടത്. ഐ തിങ്ക് അതൊരു സ്റ്റീം എന്ന് തോന്നുന്നു. അവിടെ സ്റ്റീമാണ് വരുക. പിന്നെ ഒരു ധാരൻ്റെ ഒരു സാധനം കണ്ടിട്ടുണ്ട് അവിടെ. അതായിരിക്കും വിചാരിക്കും. ബിക്കോസ് എനിക്ക് ആയുർവേദത്തിനെ പറ്റി അങ്ങനെയൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനിക്ക് ചെയ്തത് നമുക്ക് ശരിക്കും ഹെഡ് മസാജ് ചെയ്ത് നല്ല മസാജ് ചെയ്യുന്ന നല്ല ഒരു നേഴ്സാണ്. രണ്ടാളും എനിക്ക് കിട്ടിയ 2 നേഴ്സസും നല്ല നേഴ്സുമാരാണ്. ആക്ച്വലി ഓരോ ആയുർവേദം നേഴ്സിംഗ് കഴിഞ്ഞ വെൽ ട്രെയിൻ നേഴ്സുമാരാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരാണ് ചെയ്യുന്നത്. നേഴ്സിംഗ് ചെയ്ത ആൾക്കാരാണ് ഫുൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഹൗ ആർ യു ഫീലിംഗ് എന്ന് പറഞ്ഞ് ഇടയ്ക്കിട്ട് വന്നിട്ട് ചോദിച്ചു. ഡോക്ടർ കൺസേൺ നല്ലോണം. ഡോക്ടർ സാന്നിധ്യം അവിടെ ഉണ്ട്. ഡോക്ടർ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നല്ലോണം മസാജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫേസ് മസാജാണ് ചെയ്തിരിക്കുന്നത്. ഹെഡ് മസാജ് കഴിഞ്ഞിട്ട് ഫേസ് മസാജിലേക്കാണ് പോയിരിക്കുന്നത്. അടിയില്ല, നിങ്ങൾ തലയിൽ നല്ലോണം ശരിക്കും ഒരു ഫേസിൽ ഇങ്ങനെ വേണ്ടത് അങ്ങനെ തന്നെയുള്ള മസാജസാണ് എനിക്ക് ഫേസിൽ കിട്ടേണ്ട മസാജസ് തന്നെ മസാജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആക്ച്വലി ആയുർവേദം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം നന്നായിട്ട്. ആയുർവേദ പറയുന്നത് ദ ബോഡി ഈസ് എ ഫൊമോസ്റ്റ് ടൂൾ ഫോർ മാനിഫെസ്റ്റിംഗ് അവർ മൈൻഡ്. ഓക്കെ, ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നെക്സ്റ്റ് ഫുൾ ബോഡി മസാജാണ്. കംപ്ലീറ്റ് ബോഡി മസാജാണ്. ശരിക്കും നല്ല ഹോട്ട് ഓയിൽ ഇട്ടിട്ടാണ് അവർ മസാജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ടില്ലേ, നല്ല 2 ആൾ ഒരേ വിധത്തിൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫേസ് പാക്ക് ഇടണമെന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ല അവർ ചെയ്യുന്നുണ്ട്. നല്ല ക്ഷമയോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ശരിക്കും അവിടുത്തെ മാനേജ്മെൻറ്റ് നമ്മൾ ഹെഡ്സ് ഓഫ് പറഞ്ഞാൽ അത്ര കെയറിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ
എല്ലാവരും പോകുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറില്ലേ അവിടെ നല്ലത് ഇവിടെ നല്ലതെന്ന് പറയാറില്ലേ, ചിലടത്ത് പറയും നമുക്ക് അതിന് അന്നില്ല എന്ന് പറയില്ല, ഓട്ടോമാറ്റിക്കലി പറയും നമ്മൾ. ബിക്കോസ് ഹൗ വി ഫീൽ അല്ല, അതാണ് പ്രയോറിറ്റി. നമുക്ക് എങ്ങനെ തോന്നുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും വലിയ പ്രയോറിറ്റിയാണ്. ഇപ്പം നെക്സ്റ്റ് അവർ ചെയ്തത് അതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ സ്റ്റീമിലേക്ക് ഇരിപ്പിച്ചിരിക്കുക. അതിനുള്ളിൽ സ്റ്റീമാണ് ഗൈസ്, നിയർലി 10 മിനിറ്റ്സോളം 5 to 10 minutes ആണ് സ്റ്റീം എടുക്കണം. നല്ല സ്റ്റീം, ശരിക്കും ശരീരം വിയർക്കുന്നുണ്ട് ആ സമയത്തൊക്കെ, നല്ല ഹോട്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല ശരീരം വേർത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിക്ക്. അപ്പോൾ 10 മിനിറ്റോളം അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരിട്ട് സ്റ്റീമിങ് ആണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് ദിസ്. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നല്ല കുളി പാസ്സാക്കി ഗൈസ്. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ എന്നെ ഏൽപ്പിച്ചിട്ട് കൺമശയിലിട്ട് പിന്നെ നെക്സ്റ്റ് അവർ ചെയ്തതാന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, അവർ ചെയ്ത് പിന്നെ റാസ്നാദി പൊടി. ഞാൻ ചിരിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മോക്ക് ചെറുപ്പത്തിൽ റാസ്നാദി പൊടി ഇടാറുണ്ട്. അതെനിക്ക് കറക്റ്റ് മനസ്സിലായി, അതൊരു റാസ്നാദി പൊടിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മനസ്സിലായി. അത് ഞാൻ ചോദിച്ചു റാസ്നാദി പൊടിയല്ല എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഹെർബൽ സ്മോക്കിംഗ് അല്ലെങ്കിൽ ധൂമപാനം എന്നുണ്ട്. അപ്പോൾ നേഴ്സിൻ്റെ അടുത്ത് പറയാം, ഈ സ്മോക്ക് ഇൻഹേൽ ത്രൂ ദ നോസ് ആൻഡ് എക്സേൽ ത്രൂ മൗത്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇത് മൈഗ്രെയിനൊക്കെ നല്ലൊരു ഉപകാരമുള്ളൊരു ഇതാണ്, നല്ല യൂസ് ചെയ്യാം നമുക്കിത്. അങ്ങനെ തന്നെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ചെയ്യണം ആക്ച്വലി. അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ശേഷം വരുന്നത് സാമ്പ്രാണി ധൂപ് ഫോർ ഹെൽത്തി ഹെയർ. ഇറ്റ് റെഡ്യൂസസ് ഡാൻഡ്രഫ്, റിലാക്സേഷൻ, പിന്നെ നല്ല ഉറക്കം ലഭിക്കും. അതിൻ്റെ ശേഷമാണ് ഗൈസ് ഫേഷ്യലിന് നവറ ഫേഷ്യലാണ് ചെയ്യുന്നത്. ഈ നവറ ഫേഷ്യൽ എന്ന് പറയുന്നത് ഐ തിങ്ക് അത് പാല് മറ്റ് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയത് മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഫേഷ്യൽ പാക്കാണ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഫേഷ്യലിലേക്ക് നമ്മൾ പോയതാണ്, ഫേഷ്യൽ ചെയ്തതാണ്. അതുകൂടി ചെയ്യണമെന്ന് എനിക്ക് തോന്നി, നവറ ഫേഷ്യൽ. ഓക്കെ, സോ ആക്ച്വലി ഇറ്റ് ഈസ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി കൂളിംഗ് ഹെർബൽ മാസ്ക് ദാറ്റ് റിലാക്സസ് സ്റ്റോൺസ് ആൻഡ് ഡീപ്ലി നറിഷസ് ദ സ്കിൻ. ശരിക്കും അത് ചെയ്താൽ നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആവും, ഗ്ലോ വരും, സ്കിൻ നല്ല ഗ്ലോ വരും. ഓക്കെ, അപ്പോൾ നല്ല ചെയ്യുന്നുണ്ട്, സിസ്റ്റർ നല്ല ചെയ്യുന്നുണ്ട്. അവിടേന് രണ്ടാളും നല്ലൊരു നമുക്ക് നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ നമ്മൾ ചെയ്താലൊക്കെ ഓക്കെ എന്ന് ഫീൽ ചെയ്യില്ല, നമുക്ക് ചിലർ ചെയ്യുക വി ആർ നോട്ട് കംഫർട്ടബിൾ അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഐ വാസ് റിയലി വെരി മച്ച് കംഫർട്ടബിൾ വിത്ത് ബോത്ത് ഓഫ് ദം. ഓക്കെ, നല്ല ഇങ്ങനെ സംസാരിച്ചിട്ട് അത്യാവശ്യം നമ്മൾ ചോദ്യങ്ങൾക്കെല്ലാം നല്ല മറുപടി തന്ന് നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതാണ് വേണ്ടത്. നമ്മൾ വിചാരിക്കും ചില ഹോസ്പിറ്റലുകളൊക്കെ പോയാലൊക്കെ നേഴ്സുകളെ പെരുമാറ്റം, ഡോക്ടേഴ്സിനെ പെരുമാറ്റം എന്ന് നമ്മൾ പറയാറില്ലേ, ഒരു പല ടൈപ്പിൽ പല ആൾക്കാർ പല വ്യത്യസ്തമായ രൂപത്തിലുണ്ടാവും. ആക്ച്വലി എല്ലാവരും പറഞ്ഞാൽ ഉദ്ദേശം ഒന്ന് തന്നെ, എല്ലാവർക്കും നമ്മൾ സർവീസ് ചെയ്യാനാണ് പറഞ്ഞത്, ഉദ്ദേശം സെയിമാണ്. പക്ഷേ ചില ആൾക്കാർ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എൻ്റെ മോൾ ചെറുപ്പത്തിലുള്ളപ്പോൾ ഡോക്ടർ ശ്രീജിത്ത്, എനിക്ക് ശരിക്കും അവരെ പേര് പറയാതെ ഇരിക്കാൻ വയ്യ. അപ്പം അത്രയ്ക്ക് ഒരു പീഡിയാട്രീഷ്യനാണ്, അത്രയ്ക്ക് നല്ല ഹെൽപ്പ് ചെയ്തിരിക്കും എൻ്റെ മോൾ ചെറിയതുള്ള സമയത്ത്. ഏത് സമയത്ത് പോയാലും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ തരും. ഏത് സമയത്ത് പോയാലും നോ എന്ന് പറയില്ല. അറ്റ് എനി ടൈം നമ്മുടെ ഡൗട്ട്സുകൾ ക്ലിയർ ആക്കി തരും. ഒരു പീഡിയാട്രീഷ്യൻ, ഡോക്ടർ ശ്രീജിത്ത് പീഡിയാട്രീഷ്യനാണ്. അങ്ങനെ തന്നെ ഡോക്ടർ അഞ്ജലി, പിന്നെ ഡോക്ടർ അഞ്ജലി എന്ത് നമ്മൾ ചോദിച്ചാലും അതിൻ്റെ ഒരു നമ്മൾ ശരിക്കും ഒരു റെസ്പോൺസ് തരും, എന്താണ് എങ്ങനെയാണോ ഒക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് എന്തായിപ്പോയി, ഞാൻ നാച്ചുറലി എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ അവിടുത്തെ കേൾക്കുമ്പോൾ ചെയ്യും ആ ഡോക്ടർ നല്ലതാണെന്ന് പറയും. ഇപ്പം നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുമല്ലോ അവരെങ്ങനെ ഇവരെങ്ങനെയാന്ന് പറയും ഡോക്ടേഴ്സ്. നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് എവിടെ പോയി നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. അപ്പോൾ നാച്ചുറലി ഞാൻ ഇപ്പോഴും പറയും, ഇത് ഡോക്ടർ പീഡിയാട്രീഷ്യനെ പറ്റി വരുമ്പോൾ ഡോക്ടർ ശ്രീജിത്ത് നല്ല ഡോക്ടറാണെന്ന് പറയും. ബിക്കോസ് വി ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട് നമുക്ക് എന്താ വേണ്ടത്, ആ സമയം നമ്മളെ മക്കൾക്ക് എന്താ വേണ്ടത്, അതാണ് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ എല്ലാം കൂടി എനിക്കിപ്പോൾ ഒരു സ്റ്റീം തന്നെ കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയിൽ അങ്ങനെ തന്നെ. പിന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടർ സക്കീർ ഹുസൈനാന്ന് തോന്നുന്നു ഡെലിവറി ടൈമിൽ, കൊറോണ സമയത്താണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ ഡോക്ടർ സക്കീർ ഹുസൈൻ ആ സമയത്ത് ശരിക്കും ഡോക്ടേഴ്സ്മാർ പോലും അങ്ങനെ പേഷ്യൻറ്റിനെ അടുപ്പിക്കാറില്ല, ആ കാലഘട്ടമാണ് ഉണ്ടായിരുന്ന ആ സമയത്ത്. അപ്പോൾ ഒരു ഈവൻ മെസ്സേജസ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വന്നോ വീട്ടിൽ വന്നോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഡോക്ടർ അപ്പം തന്നെ എനിക്ക് എന്താ അത്യാവശ്യമായ ട്രീറ്റ്മെൻറ്റ്
തന്നെ അന്ന് പെട്ടെന്ന് എനിക്ക് ശ്വാസം മുട്ടല ഡെലിവറി ടൈമിൽ ഡോക്ടർ അങ്ങനെ ചെയ്തു. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ 3ാമത്തെ ഡോക്ടർ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ കയറിയ ഡോക്ടറാണ്. അല്ലെന്ന് പറഞ്ഞാൽ സോ സോഫ്റ്റ് സ്പോക്കൻ. എൻട്രൻസ് തന്നെ ഞാൻ വരുമ്പോൾ തന്നെ വിചാരിച്ചു ഈ ഡോക്ടർ പറ്റി നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ നല്ല നമുക്ക് പോസിറ്റീവ് ഇംപ്രഷനാണ് കിട്ടിയത് ആ ഡോക്ടർ. സോഫ്റ്റ് സ്പോക്കൺ, വെരി ഡൗൺ ടു എർത്ത് ഐ ഫെൽറ്റ്. ഷീ ഈസ് വെരി ഡോക്ടർ. എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് എൻട്രൻസിൽ കാണുമ്പോൾ എനിക്ക് തോന്നിക്കും നമുക്ക് ഓക്കെ, ഐ ഫെൽറ്റ് ഓക്കെ, എനിക്കിവിടെ നടക്കും, ഐ ആം വെരി മച്ച് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതാ പറഞ്ഞാൽ നമുക്കൊരു ആ ഇംപ്രഷൻ വന്നാൽ നമ്മൾ ചില പ്രശ്നം പറയും ഈ ടീച്ചർ ഇങ്ങനെ ആയിരിക്കണം, ഈ ഡോക്ടർ ഇങ്ങനെ ആയിരിക്കണം. ഇതൊക്കെയാണ് ഇങ്ങനത്തെ ആൾക്കാരാണ് സൊസൈറ്റിയിൽ ഒരു റിയൽ എക്സാമ്പിൾ. നമുക്ക് ശരിക്കും ഇങ്ങനത്തെ ആൾക്കാരെ റോൾ മോഡലായിട്ട് നമുക്ക് എടുക്കാം ലൈഫിൽ. പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, സോ ഡൗൺ ടു, എത്ര നല്ല നയമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ഇവർ നോക്കി, ഇത് മഞ്ഞൾ കൊണ്ടുള്ളത് എന്തോന്ന് തോന്നുന്നു ഫേസിലിൻ്റെ ഫേഷ്യലിൻ്റെ ലാസ്റ്റ് പ്രൊസീജിയറാണ് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ. അപ്പോൾ ഇവിടെ പ്രസവത്തിൻ്റെ നല്ല ട്രീറ്റ്മെൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ അവരോട് ചോദിക്കുമ്പോൾ പ്രസവശേഷം ശരിക്ക് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എണ്ണ തേച്ച് കുളി, ഫുൾ ബോഡിയിൽ എണ്ണ തേച്ചിട്ട് കുളിയാണ് വേണ്ടത്. അപ്പോൾ തേച്ച് കുളിയാണ് ഉണ്ടാവും. എന്തെങ്കിലും പ്രസവശേഷം ശരിക്കും വേദനകൾ ഇല്ലാതാക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഇവിടെ ലഭ്യമാണ്. സാധാരണ ഡെലിവറി നോർമൽ ഡെലിവറിക്ക് 7 days കഴിഞ്ഞിട്ടു സി സെക്ഷൻ ഓർ സിസേറിയൻ കഴിഞ്ഞിട്ട് 14 days കഴിഞ്ഞിട്ടാണ് പ്രസവരക്ഷ ഇവിടെ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെൽ ട്രെയിൻഡ് ഡോക്ടറാണ് ഇവിടെ ഉള്ളത്. ആൻഡ് അങ്ങനെ തന്നെ നേഴ്സസ് വെൽ ട്രെയിനാണ്. ഓരോ പേഴ്സണൽ കെയർ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും, എന്തെങ്കിലും ലഭിക്കും. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ ഒരു 7 days, 14 days, 21 days, 40 days അങ്ങനത്തെ പാക്കേജ് ഇവിടെ ഫുൾ ലഭ്യമാണ് കേട്ടോ. അവിടെ ശരിക്കും അവിടെ നിൽക്കാനുള്ള സൗകര്യം നല്ലുണ്ട്. അവിടെ ശരിക്കും പുറത്ത് ഇരിക്കുന്ന ഊഞ്ഞാലും അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ പുറത്ത്. അങ്ങനെ ഇതെൻ്റെ ലാസ്റ്റ് പ്രൊസീജിയറാണ്. ഇനി നമുക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് ചോദിക്കുക എനിക്ക് എന്തെല്ലാം ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് കർക്കിടക പാക്കേജാണ്. അതിൽ വരുന്നത് ഫുൾ ബോഡി മസാജ് പ്ലസ് സ്റ്റീം, അതുപോലെ തന്നെ ഞവര ഫേഷ്യൽ. ഫുൾ ബോഡി മസാജ് എന്ന് പറയുമ്പം അഭ്യംഗമാതിരെ നിത്യം മീൻസ് നമുക്ക് യൗവനം സൂക്ഷിക്കാനും അതുപോലെ തന്നെ സൗന്ദര്യം നിലനിർത്താനും വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് അഭ്യംഗം. ദിവസേന അഭ്യംഗം ചെയ്യാനാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ പോസിബിൾ ആവാത്ത ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സെന്ററുകളിലും ഹോസ്പിറ്റലിലൊക്കെ ചെന്നിട്ട് അത്യാവശ്യം നമുക്ക് ഇങ്ങനെ ട്രീറ്റ്മെന്റ് എപ്പോഴെങ്കിലും വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി ട്വൈസോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അഭ്യംഗം. അതുപോലെ തന്നെ ഞവര ഫേഷ്യൽ നമുക്ക് അറിയാം, ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വിത്തൗട്ട് കെമിക്കൽ നമുക്ക് എങ്ങനെ ഒരു ഫേഷ്യൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാം അടിപൊളിയായിട്ടെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ ഞാൻ ഇത്രയും പ്രതീക്ഷിക്കില്ല. ഐ ആം വെരി മച്ച് സാറ്റിസ്ഫൈഡ് ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്ക് ബോഡി പെയിൻ ഉള്ളതിനാണ് ഇവിടെ വന്നത് ഗൈസ്. ഞാൻ റിയലി ഐ റിസീവ് ദ ബ്ലിസ്ഫുൾ സർവീസ്. ഐ എം വെരി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ. I would highly recommend for the treatment as well as for postnatal care, both mom and child. Actually doctor communication, gentle and warm approach and genuine concern left a lasting impact on me. I will forever remember you, ma'am. Thank you so much from the bottom of my heart. Thank you, mom and care.